വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതി അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. അന്വേഷണ സംഘത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് നടപടി. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നൽകിയാൽ തെളിവെടുപ്പ് നടപടികളിലേക്ക് കടക്കും. വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഇന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിലെ പ്രതി അഫാനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയാണ്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? ഹരിത, വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിൽ പ്രതി അഫാനെ ഇന്ന് പോലീസ് കോടതിയിൽ ഹാജരാക്കുകയാണ്. റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള കസ്റ്റഡി അപേക്ഷ പോലീസ് ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. ഈ നെടുമങ്ങാട് JFM കോടതിയിലാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഏതായാലും പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യാനും തെളിവെടുപ്പ് നടത്താനുമാണ് തീരുമാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പാങ്ങോട് പോലീസാണ് ആദ്യഘട്ടത്തിൽ കേസെടുത്തത്. അതുകൊണ്ട് തന്നെ പാങ്ങോട് പോലീസാണ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുള്ളത്. അതേസമയം തന്നെ വെഞ്ഞാറമൂടും നെടുമങ്ങാടും എല്ലാം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കസ്റ്റഡി അപേക്ഷ പിന്നീട് മാത്രമാണ് നൽകുന്നത്. ആദ്യഘട്ടത്തിൽ പാങ്ങോട് പോലീസാണ് ഇപ്പോൾ കസ്റ്റഡി കാലാവധി ആവശ്യപ്പെട്ടിട്ടുള്ളത്. 3 ദിവസത്തേക്ക് പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും ഈ തെളിവെടുപ്പിനായി കൊണ്ടുപോകാനുമാണ് ആവശ്യം ഉന്നയിക്കുന്നത്. ഏതായാലും അത് പ്രതിയെ കസ്റ്റഡി ലഭിച്ചാൽ ഉടൻ തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോകും. ജനരോക്ഷം കണക്കിലെടുത്ത് വളരെ രഹസ്യമായിരിക്കും തെളിവെടുപ്പ് നടത്തുക എന്നുള്ളൊരു സൂചന കൂടി ലഭിക്കുന്നുണ്ട്. ഏതായാലും കേരളത്തെ നടുക്കിയ കൂട്ടക്കൊലയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണുള്ളത്. അതേസമയം തന്നെ പ്രതി അഫാൻ ഈ കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണം ഈ കടബാധ്യത തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പോലീസ് 50 ലക്ഷം രൂപയുടെ കടം കണ്ടെത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബന്ധുക്കളുടെ നിരന്തരമായ കുറ്റപ്പെടുത്തലാണ് കൊലപാതകത്തിലേക്ക് കടന്നത് എന്ന് അഫാൻ ജയിൽ അധികൃതർക്ക് മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ താൻ ആത്മഹത്യ ചെയ്യാനാണ് ശ്രമിച്ചത്, ഇനിയും അത് ചെയ്യുമെന്നും സൂചന നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ പോലീസ് അന്വേഷണം നടത്തി വരുമ്പോൾ തന്നെ പ്രതിയെ ഇനി വീണ്ടും കൂടുതൽ ചോദ്യം ചെയ്യും. അതോടൊപ്പം തന്നെ തെളിവെടുപ്പ് പൂർത്തിയാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലേക്കാണ് കടക്കുന്നത്. ഹരിത. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.